സിനിമയിൽ ആരുടെ മുന്നിലും ഒരു പാട്ട് പാടാൻ അവസരം തരൂ എന്ന് യാചിച്ചു ചെന്നിട്ടില്ല. പക്ഷേ സിനിമാ ഗാനങ്ങളിലൂടെ പ്രശസ്തി നേടുകയും ചെയ്തു ഇദ്ദേഹം. എന്നും യേശുദാസ് എന്ന ഗന്ധർവ ഗായകന്റെ ആരാധകനായിരുന്നു പന്തളം ബാലൻ. ആ ഭാവഗായകന്റെ പാട്ടുകൾ തന്നെയാണ് ഈ ഗായകനും പ്രശസ്തി നേടിക്കൊടുത്തത്. ഞാൻ എന്തുകൊണ്ട് സിനിമയിൽ പാടാൻ പോയില്ല, അവസരങ്ങൾ ചോദിച്ചില്ല, എനിക്കിപ്പോഴും എനിക്കതിന് സാധ്യമല്ല. ഇപ്പോഴും എൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. മഹാനായ യേശുദാസിന് ഇവിടെ 60ാമത്തെ വയസ്സ് വളരെ ഗംഭീരമായി ആഘോഷിച്ച് കേരളത്തിലെ എല്ലാ പാട്ടുകാരെയും വിളിച്ചു. പക്ഷേ എന്നെ വിളിച്ചു. എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് ടി വിയിൽ കൂടെ അത് കാണേണ്ടായി വന്ന ഒരു സങ്കടത്തിൽ, അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. വളരെ അതായത് എന്നെക്കാളും ഒന്നുമല്ലാത്ത പലരും ആ പാട്ടിലൊക്കെ പാടുമ്പോഴത്തേക്ക് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഇൻസൾട്ടുകൾ സഹിച്ച ഒരാളാണ് ഞാൻ. പിന്നെ അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ വിഷമങ്ങൾ, എൻ്റെ പരാതികൾ ഞാൻ ആരോടും പറയാറില്ല. ഞാൻ സ്വന്തമായി എനിക്ക് കിട്ടുന്ന വേദികൾ പാടുക, അത് പരമാവധി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ചലച്ചിത്ര ലോകം വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോയ ഒരു പാട്ടുകാരനാണ് പന്തളം ബാലൻ. മികച്ച ശബ്ദത്തിനുടമയായിരുന്നിട്ടും ഇദ്ദേഹത്തെ കാണാൻ അധികം ആളുകൾ ഉണ്ടാവാതെ പോയി. അധികമൊന്നും ഉണ്ടായില്ലെങ്കിലും പാടിയ പാട്ടുകൾ കൊണ്ട് സിനിമയിൽ തന്നെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്തു പന്തളം ബാലൻ. എനിക്ക് അവസരം തന്നത്, ഞാൻ ദേവരാജ മാസ്റ്റർ മ്യൂസിക്കിലാണ് ആദ്യമേ പാടിയത്. അതിനുശേഷം പാടിയത് മഴമുകിൽ പോലെ എന്ന് പറയുന്നൊരു സിനിമയിൽ 2 ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറായിരുന്നു. അതിൻ്റെ പാട്ടുകളെല്ലാം ഞാൻ ട്രാക്ക് പാടിയതും. പിന്നെ നൂറുനാട് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം മരിച്ചിട്ട് 10 വർഷത്തോളമായി. അതിനുശേഷം വലിയൊരു ഗ്യാപ്പായിരുന്നു. ആ ഗ്യാപ്പിന് ശേഷം 2001 പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ എന്നെ ഒരു പടത്തിലേക്ക് പാടാൻ ക്ഷണിച്ചു. അതിനവസരം ഒരുക്കിയത് എൻ്റെ ഈ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ പന്തളം സുധാകരൻ. അദ്ദേഹം പറഞ്ഞിട്ടാണ് എനിക്ക് ആ പകൽപൂരം സിനിമയിലേക്ക് എനിക്കൊരവസരം കിട്ടിയത്. ആ പടത്തിൻ്റെ ടൈറ്റിൽ സോങ്ങാണ് ഞാൻ പാടിയത്. നടവഴിയും ഇടവഴിയും എവിടേക്കു പോണേ, പഴമയുടെ വഴി താണ്ടി അകലേക്കു പോണേ, കറുകറേരാവിൻ്റെ കാളയെ കണ്ട് വെളുവെളെ പകലിൻ്റെ കാളയൊന്നുണ്ട്, കാലമാമീ വില്ലു വണ്ടിയുടെ പിറകെ കാതോർത്തു നീങ്ങുന്നതാരോ. അതിനുശേഷം ഈ 2 ഫിലിമിൻ്റെ റെക്കോർഡിംഗ് ഒരുമിച്ചായിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ശ്രീ ഭരത് ഗോപി സാർ സംവിധാനം ചെയ്ത, ലാലും വാണി വിശ്വനാഥും അഭിനയിച്ച ഈ പടത്തിൻ്റെ റെക്കോർഡിങ് എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അപ്പം ഒരു പാട്ട്, പകൽപൂരത്തിലെ പാട്ട് പാടിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റേ പാട്ട് ഭരത് ഗോപി സാറ് രവീന്ദ്ര മാഷിനോട് പറഞ്ഞു, നാളെ ഗോപിയേട്ടൻ വരും 10 മണിക്ക്, അദ്ദേഹത്തിനൊന്ന് ഈ പാട്ട് നീ വെറുതെ ഒന്ന് പാടിയിട്ടില്ല, അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ സാറ് വരികയും ഈ പാട്ട് കേൾക്കുകയും, പാട്ട് കേട്ടതിന് ശേഷം രവീന്ദ്ര മാഷിനോട് ചോദിച്ചു, രവി ആരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്? അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇതിങ്ങനെ പന്തളം ബാലൻ എന്ന് പറയുന്നൊരു പാട്ടുകാരനാണ്. അപ്പം പറയുന്നത് വെച്ചാൽ അയാൾ ആരും ആയിക്കോട്ടത്തേക്ക് പാട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കിട്ടിയ ഒരു പാട്ടാണ് എൻ്റെ ഹൃദയത്തിന്. ഇല്ലൊരു മലർച്ചില്ല ചേക്കേറുവാൻ, ഇല്ല മുന്തിരിത്തോപ്പുര പാർക്കുവാൻ, ഈ പാട്ട്. ഇത് ONV സാറിൻ്റെ രചനയും രവീന്ദ്ര മാസ്റ്റർ സംഗീതവുമാണ്. അതിനുശേഷം പിന്നെ ഒരു പടത്തിൽ കൂടെ പാടി രവീന്ദ്ര മാസ്റ്റർ തന്നെ, ചേരി എന്ന് പറയുന്നൊരു പടം. അതിൽ ഒരു സോളോ പാടിയായിരുന്നു. പൂക്കൊമ്പിൾ പൂക്കും, അത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്ര മാസ്റ്റർ സംഗീതം. അങ്ങനെ 3 പടം. പാട്ടിന്റെ ലോകമോ സംഗീത ആസ്വാദകരോ ഒരിക്കലും പന്തളം ബാലനെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹം എല്ലാം ഇട്ടെറിഞ്ഞ് കേരളം വിട്ടുപോയി. ആരാധകർ വേണ്ടുവോളം ഉണ്ടായിരുന്ന പാട്ടുകാരന് പ്രാരബ്ധങ്ങളും ഒരുപാടുണ്ടായിരുന്നു. പാട്ടു മാത്രമായി ജീവിക്കാനാവില്ല എന്ന അവസ്ഥയിലായിരുന്നു മറ്റൊരു നാട്ടിൽ വേറൊരു തൊഴിൽ ഇദ്ദേഹം കണ്ടെത്തുന്നത്. സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒളിച്ചോട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. 2003 പ്രശസ്ത ഗായകനായ ശ്രീ ഇടവ ബഷീർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം അമേരിക്കയിലേക്ക് ഒരു പരിപാടിക്ക് പോവുകയും
ആ പരിപാടി ഏകദേശം 1 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പം ഇതിനോടനുബന്ധിച്ച് ഞാൻ എന്താ പറയുക, എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. അതിൽ എടുത്തു പറയേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശസ്തനായ ഹരിശ്രീ ഓർക്കസ്ട്രയുണ്ട്, അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ ശ്രീ ബേബി. അദ്ദേഹം പിന്നെ ഞാൻ ചെന്നപ്പോൾ മുതലേ താനിവിടെ നിൽക്കടോ എന്നിങ്ങനെ പിന്നെ അപ്പം ഞാൻ പോയിട്ട് തിരിച്ചു വരണം എന്നുള്ള ഒരു പ്ലാനിൽ തന്നെയാണ് പോയത്. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പല ഫ്രണ്ട്സും ഇങ്ങനെ ആവർത്തിച്ചപ്പോഴത്തേക്ക് എന്നാൽ ഇവിടെ നിന്നാലെന്താ എന്ന് എൻ്റെ മനസ്സിലൊരു നോക്കുക. കാരണം എന്താ പറഞ്ഞാൽ ജീവിക്കണം, കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല പേരുണ്ട്, പക്ഷേ എൻ്റെ പേരിനനുസരിച്ചുള്ള പ്രതിഫലം എനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഒരല്പ ബാധ്യതയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാം കൊണ്ടും ദൈവം ഒരു അവസരം ഇങ്ങനെ തന്നതല്ലേ. അങ്ങനെ എന്താ പറഞ്ഞത്, അതിന് കാരണക്കാരൻ ശ്രീ ഡോ ബഷീറാണ് കേട്ടോ. അദ്ദേഹം വഴിയാണ് എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ വീടും ഒക്കെ ഉണ്ടാകാൻ കാരണക്കാരൻ അദ്ദേഹമാണ്. സ്നേഹരാഗങ്ങൾ വീണമീട്ടുന്ന ഒരു കലാകുടുംബമാണ് ഈ കലാകാരൻ്റേത്. ഇവിടെ സംഗീതത്തെ പ്രണയിച്ച ആൾക്ക് ജീവിത സഖിയായി കിട്ടിയതും പാട്ടുകാരിയെ തന്നെയാണ്. പാട്ടിന്റെ വഴിയിൽ കണ്ടുമുട്ടി പ്രണയിച്ച് ഒരുമിച്ച് ജീവിതം തുടങ്ങിയ ഇവർക്ക് 2 ആൺമക്കളാണ്. ഇനിയും ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഇത് ലക്ഷ്മി, എൻ്റെ ഭാര്യ, മക്കൾ 2 പേരാണ്. മൂത്ത മകൻ്റെ പേര് അഖിൽ, രണ്ടാമത്തെ മകൻ്റെ പേര് അമൽ. ഇവർ 2 പേരും തിരുവനന്തപുരം സെൻറ് തോമസ് സ്കൂളിൽ പഠിക്കുന്നു. മൂത്ത മകൻ 10ാം ക്ലാസ്സിലും രണ്ടാമത്തെ മകൻ 8ാം ക്ലാസ്സിലും പഠിക്കുന്നു. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സഫലമായതിന്റെ സന്തോഷത്തിലാണ് പന്തളം ബാലൻ. കഷ്ടപ്പാടിന്റെ കഴിഞ്ഞ കാലം കടന്ന് ഇപ്പോൾ പാട്ടിന്റെ ലോകത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇദ്ദേഹം. പുതിയ തലമുറയ്ക്ക് ശുദ്ധ സംഗീതത്തെ പരിചയപ്പെടുത്തുവാനുള്ള ശ്രമത്തിലുമാണ് ഈ കലാകാരൻ. ഞാൻ അമേരിക്കയിൽ വന്നതിന് ശേഷം പിന്നെ പ്രോഗ്രാമിലേക്കൊക്കെ ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, തമ്പുരു സ്കൂൾ ഓഫ് മ്യൂസിക് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം മറ്റൊരു ഒരു സ്ഥലത്താണത് പ്രവർത്തിക്കുന്നത്. ഇപ്പം സൂൺ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഞങ്ങളുടെ അപ്സ്റ്റേഴ്സിൽ അതിനുള്ള സൗകര്യമുണ്ട്. സ്കൂളിൽ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വളരെ നന്നായിട്ട് പോകുന്നുണ്ടത്. അവിടുത്തെ കുട്ടികൾക്ക് വരും സമയങ്ങളിൽ എനിക്ക് മ്യൂസിക്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, വരുന്ന ജനറേഷൻ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്ത് പ്രോത്സാഹനം കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ അനുഭവിച്ചുള്ള ബുദ്ധിമുട്ട് മറ്റുള്ള കുട്ടികൾ അനുഭവിക്കരുത് എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് എൻ്റെ എൻ്റെ മക്കളായാലും ശരി നന്നായിട്ട് നല്ല സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണോ അത് ഞാൻ ബാധ്യസ്ഥനാണ്. സമൂഹത്തിന് വേണ്ടി നന്മ കിട്ടുന്ന എല്ലാ പരിപാടികൾക്കും തീർച്ചയായിട്ടും എൻ്റെ സ്കൂളിൽ നല്ല കഴിവുള്ള എല്ലാ കുട്ടികളും പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു മ്യൂസീഷ്യൻ